ISRO ചാരക്കേസിന്റെ ഭാഗമായ ഗൂഢാലോചന കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ചാരക്കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. മുൻ CI S വിജയനാണ് ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്നാണ് CBI കുറ്റപത്രം. ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണനെ തെളിവുകളൊന്നുമില്ലാതെയാണ് മുൻ DGP സിബി മാത്യൂസ് അറസ്റ്റ് ചെയ്തതെന്നും ചാരക്കേസിന്റെ ഭാഗമായ ഗൂഢാലോചന കേസിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. മുൻ പോലീസ് ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് CBI കുറ്റപത്രം നൽകിയത്. എന്നാൽ നിരപരാധികളായ ഉദ്യോഗസ്ഥന്മാർ ചാരക്കേസിൽ കുറ്റാരോപിതരായി എന്ന് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ വാദിക്കുന്നുണ്ട്. ചാരക്കേസിലെ സത്യങ്ങളല്ല പുറത്തു വന്നതെന്ന് വാദിക്കുകയും യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നതിനായി അഹോരാത്രം പ്രയത്നിക്കുന്നവരുമായ നിരവധി മുൻ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴുമുണ്ട്. അത് വ്യക്തമാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം. ISRO ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് CBI തിരുവനന്തപുരം കോടതിയിലെ കള്ളക്കേസിൽ കുറ്റപത്രം ഫയൽ ചെയ്തു. RB ശ്രീകുമാർ, CB മാത്യൂസ് തുടങ്ങിയ 5 പേർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ISRO ചാരക്കേസ് എന്നാണ് CBI നിഗമനം. ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് CBI കേസെടുത്തത്. ഒരു പരാതിയെ മാത്രം അടിസ്ഥാനമാക്കി എതിർപക്ഷത്തെ ആരുടെയും മൊഴി പോലും എടുക്കാതെ ജസ്റ്റിസ് DK ജെയിനും കൂട്ടരും മുൻവിധിയോടെ തയ്യാറാക്കിയ ഇത്തരമൊരു ഏകപക്ഷീയമായ റിപ്പോർട്ട് ചരിത്രത്തിലുണ്ടാകില്ല. ശാസ്ത്രജ്ഞന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ സുപ്രീം കോടതി ആദ്യം നിർദ്ദേശിച്ചെങ്കിലും അതിനു പുറത്തും അന്വേഷണമാകാമെന്ന് കോടതി പിന്നീട് പറഞ്ഞു. പക്ഷേ അതുണ്ടായില്ല. മാത്രമല്ല എതിർഭാഗത്തുള്ളവർക്ക് നീതി നിഷേധിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടാണ് CBI അടിസ്ഥാനമാക്കിയത്. ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ് അന്വേഷിച്ചത്. പ്രതികളുടെയും കേസ് റിപ്പോർട്ട് ചെയ്ത ഏതാനും മാധ്യമ പ്രവർത്തകരുടെയും മൊഴിയല്ലാതെ തെളിവുണ്ടാക്കാൻ CBIയുടെ മുന്നിൽ മറ്റൊന്നുമില്ലായിരുന്നു. ഞാനും മൊഴി കൊടുത്തിരുന്നു. സുനിൽ സിംഗ് റാവത്ത് എന്ന SP ആണ് മൊഴിയെടുത്തത്. BSFൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്നതാണെന്നും ISRO കേസിലെ ആദ്യ CBI റിപ്പോർട്ട് കണ്ടിട്ടേയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യമെങ്കിൽ അതിന്റെ കോപ്പി തരാമെന്ന് പറഞ്ഞു. അന്ന് യഥാർത്ഥത്തിൽ നടന്നതൊക്കെ IB ജോയിന്റ് ഡയറക്ടറായിരുന്ന അന്തരിച്ച MK ധാർ തന്റെ സർവീസ് സ്റ്റോറി ഓപ്പൺ സീക്രട്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. CBI സംഘത്തിന്റെ ചോദ്യങ്ങൾ അവരുടെ ലക്ഷ്യം വ്യക്തമാക്കി. വാർത്തയ്ക്കു വേണ്ട വിവരങ്ങൾ ആര് തന്നു എന്ന ഒറ്റക്കാര്യം മാത്രമേ അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നുള്ളൂ. അത് പറഞ്ഞതുമില്ല. ഭീഷണി സ്വരമൊക്കെ ഉയർത്തിയെങ്കിലും പറയാതിരിക്കൽ എന്റെ അവകാശമായതിനാൽ ഞാൻ വഴങ്ങിയില്ല. ചാരവൃത്തിക്ക് കേസ് രജിസ്റ്റർ ചെയ്തു. മുൻപ് ജന്മഭൂമി ചാരവൃത്തി എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ സോഴ്സ് ആണ് അറിയേണ്ടിയിരുന്നത്. അത് നടക്കാതെ വന്നപ്പോൾ കോടതിയിൽ പറയേണ്ടി വരുമെന്നൊക്കെ SP പറഞ്ഞു. ആകട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഗൂഢാലോചന ഉറപ്പിക്കാൻ വേണ്ട തെളിവുകളൊന്നും ഇല്ലാതെ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. 18 പ്രതികൾ ഇപ്പോൾ 5 ആയി. ഗൂഢാലോചന നടത്തിയ പ്രതികളിൽ ISRO ഉദ്യോഗസ്ഥരാരുമില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇത്ര ഉയർന്ന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഗൂഢാലോചനയിൽ ആ മേഖലയിൽ നിന്ന് ആരുമില്ലെന്നത് തന്നെ പൊള്ളത്തരം വ്യക്തമാക്കുന്നു. RB ശ്രീകുമാർ പ്രതിസ്ഥാനത്തുള്ളതാണ് കേന്ദ്രത്തിന് താല്പര്യം. സിബി മാത്യൂസിനോടും സംഘത്തോടുമുള്ള ശാസ്ത്രജ്ഞന്റെ വിരോധവും ചേരുമ്പോൾ കേസായി. ഇനി വിചാരണ നടക്കട്ടെ. പക്ഷേ സമാന്തരമായി കേരള ഹൈക്കോടതിയിലും ഒരു കേസ് കിടപ്പുണ്ട്. ആദ്യം ISRO ചാരവൃത്തി അന്വേഷിച്ച് ശാസ്ത്രജ്ഞനെയും കൂട്ടരെയും കുറ്റവിമുക്തരാക്കിയ CBI അന്വേഷണ സംഘത്തിൽപ്പെട്ടവർക്ക് ശാസ്ത്രജ്ഞൻ തമിഴ്നാട്ടിൽ ഏക്കർ കണക്കിന് ഭൂമി പാരിതോഷികമായി നൽകി എന്ന കേസ്. തെളിവുകൾ ഔദ്യോഗിക രേഖകൾ സഹിതം കോടതിക്ക് മുന്നിലുണ്ട്. അതിലും തുടർ നടപടികൾ പ്രതീക്ഷിക്കാം.